നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, അപ്പൊ ഞാൻ പൊക്കോട്ടെ? നീ പൊക്കോ. ഡ്രൈവർ എത്രയായി? 86 രൂപ മാഡം. ചേച്ചി, അപ്പൊ ഞാൻ പൊക്കോട്ടെ? നീ പൊക്കോ. ഡ്രൈവർ എത്രയായി? 86 രൂപ മാഡം. സോറി മാഡം, രാവിലെ തന്നെ 500 നോട്ട് എടുത്ത് തന്നാ ഞാൻ എവിടുന്ന് ചില്ലറ തരാനാ? ഇന്നത്തെ ആദ്യ ഓട്ടോ 100 രൂപ തികച്ച് എന്റെ കയ്യിലില്ല. തന്റെ കയ്യിൽ ചില്ലറ ഇല്ലാത്തത് എന്റെ കുറ്റമാണോ? യാത്രക്കാരും ഓട്ടോയിൽ കയറുമ്പോ ചില്ലറ മാറിയാണ് പൈസയാക്കി കൊണ്ട് നടക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അയ്യോ ഇല്ല, തൽക്കാലം ഒരു 100ന്റെ നോട്ട് കയ്യിലുണ്ടോ? ബാക്കി 15 ഞാൻ നുള്ളി പറക്കി തരാം. എന്റെ 100 ഇല്ല 50 ഇല്ല, ഇതേ ഉള്ളൂ. പിന്നെ ഒരു വഴിയില്ല മാഡം, ഐ എം സോറി. ആ, എന്നാ പിന്നെ ഇനി എപ്പോഴെങ്കിലും കാണുമ്പോ തരാം. എന്താ അതുപോരെ? അല്ല, അത് പിന്നെ പോരെന്ന് ചോദിച്ചാ ചോദിച്ചത് തന്നെ. ചുറ്റിയും തിരിഞ്ഞു ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ, അപ്പൊ തരാൻ നോക്കാം. തൽക്കാലം ക്ഷമിച്ചുകളാം. ചേടാ, കൈനീട്ട ഓടി എന്നെ കടം പറഞ്ഞല്ലോ ആ കൊച്ച്. ഇന്നത്തെ ദിവസം എങ്ങനെ ആവോ എന്തോ. ഹലോ അച്ഛാ. ആ മുരളി, ഞാൻ നിന്റെ അമ്മയുടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ ഓട്ടോറിക്ഷ ആയിട്ട് ഇങ്ങോട്ട് വാ. ആ ഇതാ വരുന്ന സാർ, ഒരു 10 മിനിറ്റ്. സീതമ്മേ, മാർക്കറ്റിൽ കയറിയോ മോളെ? പച്ചക്കറിക്ക് വിലയിൽ മാറ്റം വല്ലതും ഉണ്ടായിരുന്നോ? ഓ, എന്ത് മാറ്റം? 40 രൂപയായിരുന്നു ടൊമാറ്റോ, ഇപ്പൊ 50ആയി. സവാളയ്ക്ക് 80. പടവലം, പാവയ്ക്ക, കാബേജ്, ചെറിയ ഉള്ളി, ജീരകം, വറ്റൽമുളക്, കാന്താരിമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയ്ക്ക് 8ഉം 10ഉം വെച്ച് കൂടി. ഡൊപ്പിയരിക്കും വെളിച്ചെണ്ണയ്ക്കും കൂടിയതേ 16 രൂപയാ. ആ, ഇങ്ങനെ പോയാ നമുക്ക് ഫുഡിന്റെ റേറ്റ് കൂട്ടേണ്ടി വരും. അതെ, നാളെ എത്ര പേർക്കുള്ള ഊണ അഞ്ജലി ഓർഡർ? 300 ആണെന്ന് തോന്നുന്നു. രാത്രിയില് ഫൈനൽ പറയാവുന്ന അവര് പറഞ്ഞിരിക്കുന്നത്. ആ, ഇന്നലെ വൈകിട്ട് വാങ്ങിയ പച്ചക്കറിക്കൊക്കെ ഇത്തിരി വാട്ടം ഉണ്ടായിരുന്നു. അത് പിന്നെ 3-4 നോക്കിയതല്ലേ, ഇതേ കിട്ടിയുള്ളൂ. മെനഞ്ഞാന്നോ മറ്റോ വന്നതാണെന്ന് തോന്നുന്നു. ആ അഞ്ജലി, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. ആ അമ്മ ഇവന്റ്സിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ ഇവന്റ്സിന് വേണ്ട പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് സീതമ്മ എന്ത് പറഞ്ഞു? ചെയ്തു കൊടുക്കാന്ന്, അല്ലാതെ എന്ത് പറയാ. പക്ഷേ അവർക്ക് ആദ്യം കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുമായിട്ട് മുമ്പ് ബിസിനസ് ചെയ്തിട്ടില്ലല്ലോ, അതാ കാര്യം. അത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ബൾക്കായിട്ട് നമുക്ക് ബിസിനസ് തന്നാ മതി. അമ്മ ഇവന്റ്സ് സൂപ്പർ അഞ്ജലി. ഇവിടുത്തെ വലിയ വലിയ പ്രോഗ്രാംസ് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാ അവര്. ഹലോ അമ്മ ഇവന്റ്സ്. പറയണം സർ, പ്രൊപ്പറേറ്റർ കൃഷ്ണപ്രസാദ് ആണ്. താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ പ്ലാൻ ചെയ്യുന്നത് ഒരു വിവാഹമാണെങ്കിൽ വരനെയും വധുവിനെ ഒഴികെ മറ്റെല്ലാം ഞങ്ങൾ ഒരുക്കും സർ. അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച നമുക്ക് നല്ല നേട്ടമായിട്ടേ വരൂ. അതെ അതെ, നീ തന്നെ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കേ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാ മതി. പിന്നെന്താ, നേരിട്ട് പരിചയമില്ലെങ്കിലും ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ ഇവന്റ്സ്. യുവർ നീഡ് ഈസ് അവർ ഡീഡ് എന്നാണ് അവരുടെ ടാഗ് ലൈൻ. താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു പൊതുപരിപാടിയാണെങ്കിൽ ഓഡിയൻസിനെ ഉൾപ്പെടെ ഞങ്ങൾ എത്തിച്ചിരിക്കും സർ. ഇനിയിപ്പോ ഒരു മരണാനന്തര ചടങ്ങാണ് നടത്തേണ്ടതെങ്കിൽ ഓരോ വിശ്വാസത്തിനനുസരിച്ചും വേണ്ടതെല്ലാം ഞങ്ങൾ ഒരുക്കും സർ. മതം ഏതാണെന്ന് പറഞ്ഞാൽ മതി. വരനെയും വധുവിനെയും ഒഴികെ മറ്റെല്ലാം ഒരുക്കുമെന്ന് പറയുമ്പോ ഭക്ഷണം ഉൾപ്പെടും സർ. പ്രൊപ്പറേറ്റർ ഏതോ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആളാണെന്നാ തോന്നുന്നത്. തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം എന്താണോ
അത് ഏറ്റവും ഫ്രഷായും രുചികരമായും ഞങ്ങൾ വിളമ്പിയിരിക്കും. ഗ്യാരണ്ടിയാണ്. പച്ചക്കറിയാണെങ്കിൽ ജൈവ പച്ചക്കറി മാത്രം. മധുരപലഹാരങ്ങൾ പരിശുദ്ധമായ നെയ്യിൽ മാത്രമേ ഞങ്ങൾ തയ്യാറാക്കാറുള്ളൂ സാർ. നഗരത്തിൽ ഒരുപാട് ഫംഗ്ഷനുകൾ ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് സർ. അതിൽ സ്വകാര്യ ഫംഗ്ഷൻ മാത്രമല്ല, സർക്കാർ ഫംഗ്ഷനുകളും ഉണ്ട്. യുവർ നീഡ് ഈസ് അവർ ഡീഡ്. നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഉത്തരവാദിത്തം, അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. അമ്മ ഇവന്റ്സിനെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാം. ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ എല്ലാം അവിടെ റെഡിയായിരിക്കും. പിന്നെ ഞങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതല്പം കൂടിപ്പോയോ എന്ന് സാറിന് തോന്നാം. യഥാർത്ഥത്തില് അത് കൂടുതലൊന്നും ആയിരിക്കില്ല, കാരണം ഞങ്ങളുടെ സർവീസ് അത്രയ്ക്ക് മികച്ചതാണ്. ഓക്കെ 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 സർ. സാർ അന്വേഷിച്ചോളൂ, എന്നിട്ട് വിളിച്ചാൽ മതി. സാറിന്റെ ഓഫീസിലോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാം. ചന്ദ്രേട്ടാ, ഗുഡ് മോർണിംഗ്. എന്താടാ പുഷ്പ, എന്റെ മോനെ നിങ്ങളൊക്കെ കൂടി സന്യാസിയാക്കാനുള്ള പുറപ്പാടാണോ ഇവിടെ? അയ്യോ, എനിക്കെന്ത് ചെയ്യാനാവും ചന്ദ്രേട്ടാ? നിങ്ങളൊക്കെ ശ്രമിച്ചിട്ട് സാധിക്കാത്ത കാര്യം ഞാൻ മാത്രം വിചാരിച്ച നടക്കുമെന്ന് പറയല്ലേ. ഹലോ, എത്തിയോ രണ്ടാളും? എടാ ഹരി, നീ ഇന്റർവ്യൂവിന് പോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നോ? അതിപ്പോ ഞാനവിടെ ചെന്നത് 10, 29, 45 സെക്കൻഡ് പോയി. അകത്ത് കാലെടുത്ത് വെച്ചപ്പോ 10:30. രാഹു കാലത്തിന് മുമ്പ് ഇന്റർവ്യൂ ഹാളിൽ എത്താൻ പറ്റിയില്ലല്ലോ. പിന്നെ അകത്തേറിയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ഓക്കെ സാർ, താങ്ക് യു. താങ്കളുടെ ഇവന്റ് ഞങ്ങൾ ചെയ്തിരിക്കും, തീർച്ചയായും. യുവർ നീഡ് ഈസ് അവർ നീഡ് സാർ. താങ്ക് യു. നോക്കട്ടെ, അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേ? എടാടാ, പോത്ത് പോലെ വളർന്നില്ലേ നീ? എന്നിട്ട് പലഹാരക്കൊതി തീർന്നില്ലേ നിനക്ക്? അതെങ്ങനെ തീരുവമ്മേ? ഇത് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പലഹാരങ്ങളല്ലേ. തൃപ്പങ്ങോട്ട് ദേശത്തിന്റെ മണവും രുചിയൊന്നും ഇവിടുത്തെ ആഹാരത്തിന് കിട്ടില്ല. അതല്ലേ ഞങ്ങളെപ്പോഴും അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. അടുക്കളയിലെ എല്ലാ സാധനങ്ങളും റെഡിയാ. പുഷ്പേട്ടൻ സഹായിക്കും. ഇന്ന് ഉച്ചയ്ക്ക് സദ്യ വേണം കേട്ടോ. പുഷ്പ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടാ ഒന്നും നടക്കില്ല. നടത്തും ഞാൻ. എന്നെ വിടാനാ പറഞ്ഞു. അധിക പ്രസംഗി പറഞ്ഞ അനുസരിക്കില്ല നീ. വള ഇങ്ങോട്ട്. നിന്നെ പൂട്ടിയിട്ടാലേ നീ പഠിക്കും. വിടാനല്ലേ പറഞ്ഞേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.